ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. പുതിയ സൂപ്പർമാൻ സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്തതുകൊണ്ട് ആ സിനിമ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വക ഒരു ചെറിയ റിവിഷൻ ക്ലാസ് പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. സോ ദാറ്റ് നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാരാ ഈ കറുത്ത പെയിൻ്റ് അടിച്ച ചേട്ടൻ, ഇതാരാ ഈ ഹെൽമെറ്റ് വെച്ച ചേച്ചി, അല്ലെങ്കിൽ ഈ പട്ടിസാർ ഇവിടുന്ന് വന്നു, അങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും വരാതിരിക്കാൻ. പക്ഷേ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ ഈസ്റ്റർ എഗ്സും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ദാറ്റ്സ് ഓൾ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. സോ ബേസിക് ആയിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സൂപ്പർമാൻ സിനിമ പുതിയ DC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയാണ്. 2013 തുടങ്ങി 2023 അവസാനിച്ച DCEU അല്ലെങ്കിൽ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അത് അക്വാമാൻ 2 അവസാനിച്ചിരുന്നു. പുതിയ DC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമ ഈ സൂപ്പർമാൻ സിനിമയാണെങ്കിലും ഈ DC യൂണിവേഴ്സിന് ക്രീച്ചർ കമാൻഡോസ് എന്ന ആനിമേറ്റഡ് സീരീസിലൂടെ ഒരു തുടക്കം ഇട്ടിരുന്നു. പക്ഷേ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ആ സീരീസ് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബൈ ദ വൈ, ജോൺ സീനയുടെ പീസ് മേക്കറും ഇതേ യൂണിവേഴ്സിൽ വരുന്നതാണ്, നോട്ട് ദ പോയിന്റ്. ഈ പുതിയ DC യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെറ്റാ ഹ്യൂമൻസ് അല്ലെങ്കിൽ സൂപ്പർ സ്ട്രെങ്ത് ഉള്ള ഹീറോസും വില്ലന്മാരും ഒക്കെ ഓൾറെഡി ഈ ലോകത്തുണ്ട്. അതൊരു സീക്രട്ട് അല്ല. സോ മുൻപത്തെ യൂണിവേഴ്സിലെ പോലെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കിനി മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വരാം. പുതിയ സൂപ്പർമാനായി എത്തുന്നത് ഡേവിഡ് കോൺസെപ്റ്റ് ആണ്. പുള്ളിക്കാരൻ അധികം സിനിമകളിലൊന്നും വന്നിട്ടില്ല, ചില TV സീരീസുകളിലും മറ്റുമൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് ട്വിസ്റ്റേഴ്സ് സിനിമയിലെ ഒരു നെഗറ്റീവ് വേഷത്തിലാണ്. ഇവിടെ കാലൽ അല്ലെങ്കിൽ സൂപ്പർമാൻ മെട്രോപോളിസിൽ പോപ്പുലറാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ സീക്രട്ട് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ക്ലാർക്ക് കെൻ്റായി ഡെയിലി പ്ലാനറ്റ് എന്ന പത്രത്തിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ സൂപ്പർമാനും ക്ലാർക്ക് കെൻറ്റും ഒരാളാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ ഹിപ്നോട്ടിക് ഗ്ലാസ്സസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ജെയിംസ് ഗൺ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് 70s കോമിക് ബുക്കിൽ നിന്ന് എടുത്തൊരു ഐഡിയ ആണ്. സൂപ്പർമാന് ചെറിയ ലെവലിലുള്ള ഹിപ്നോട്ടിക് പവർ ഉണ്ട്, അതുകൊണ്ട് കാണുന്നവർക്ക് പെട്ടെന്ന് മുഖം തിരിച്ചറിയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു ഐഡിയ. മാത്രമല്ല ഇവിടെ മാൻ ഓഫ് സ്റ്റീലിനെ പോലെ സൂപ്പർമാൻ്റെ ഒറിജിനൽ സ്റ്റോറി ഒന്നും കൊടുത്തിട്ടില്ല. ഡെയിലി പ്ലാനറ്റിലെ ഏറ്റവും ബെസ്റ്റ് റിപ്പോർട്ടറും ഭാവിയിൽ സൂപ്പർമാൻ്റെ ഗേൾഫ്രണ്ടും ആകുന്ന ലൂയിസ് ലെയ്നായി ഇവിടെ എത്തുന്നത് റേച്ചൽ ബ്രോസ്നാനാണ്. മാർവലസ് മിസ്സസ് മെയ്സൽ എന്ന നല്ലൊരു സീരീസിലാണ് പുള്ളിക്കാരിയെ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സൂപ്പർമാൻ്റെ മെയിൻ വില്ലൻ അല്ലെങ്കിൽ ആർച്ച് നെമിസിസ് എന്ന് പറയാവുന്ന ലെക്സ് ലൂതറായി വരുന്നത് നിക്കോളസ് ഹോൾട്ടാണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സ്മെൻ സിനിമകളിൽ ബീസ്റ്റായിട്ട് എത്തിയത് പുള്ളിയായിരുന്നു. ക്രിപ്റ്റോ ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർമാൻ സിനിമയിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ സൂപ്പർ ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുട്ടികളെ ടാർഗറ്റ് ചെയ്താണ് ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്രിപ്റ്റോ സൂപ്പർമാൻ്റെ പ്ലാനറ്റിൽ നിന്ന് തന്നെ ഉള്ള ഒരു പട്ടിയാണ്. സൂപ്പർമാൻ്റെ അച്ഛൻ പണ്ട് അവരുടെ പ്ലാനറ്റിൽ നിന്നുള്ളവരെ മറ്റ് ഗാലക്സീസിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ക്രിപ്റ്റോനെ അയക്കുന്നത്. പക്ഷേ തിരിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയിരുന്നില്ല ക്രിപ്റ്റോ എവിടെ പോയെന്നുള്ളത്. സോ വർഷങ്ങൾക്ക് ശേഷം ഈ ക്രിപ്റ്റോ ഭൂമിയിൽ വന്ന് വീഴുകയും സൂപ്പർമാൻ്റെ കൂടെ ചേരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിലേക്ക് വരാം. ജെയിംസ് ഗണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കോമിക്സിൽ നിന്നുള്ള ലെസർ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആരും കേൾക്കാത്ത ക്യാരക്ടേഴ്സിനെ തൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് നല്ല സ്പേസ് കൊടുക്കുകയും ചെയ്യുക എന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി സിനിമകളും. സോ ഇവിടെയും DCയുടെ റോസ്റ്ററിൽ നിന്നുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല ക്യാരക്ടേഴ്സിനെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗായ് ഗാർണർ എന്ന ഗ്രീൻ ലാൻറ്റേണായി എത്തുന്നത് നാത്തൻ ഫില്ലിയനാണ്. ജെയിംസ് ഗണ്ണിൻ്റെ മുൻപത്തെ സൂയിസൈഡ് സ്ക്വാഡ് സിനിമയിലും പുള്ളിക്കാരൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ കൈ ഊരി എറിയുന്ന TDK എന്ന ക്യാരക്ടറായിട്ട് വരുന്നത് നാത്തൻ ഫില്ലിയൻ ആയിരുന്നു. ഗ്രീൻ ലാൻറ്റേൺ കോർപ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രീൻ ലാൻറ്റേണാണ് ഗായ് ഗാർണർ. നമുക്ക് കണ്ടു പരിചയമുള്ളത് മറ്റ് ഗ്രീൻ ലാൻറ്റേൺസ് ആയിട്ടുള്ള ഹാൽ ജോർദനോ അല്ലെങ്കിൽ ജോൺ സ്റ്റുവർട്ടോ ഒക്കെയാണ്. അവരെ രണ്ടുപേരെ പോലല്ല ഈ ക്യാരക്ടർ. ഒരല്പം എക്സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തല്ലിപ്പൊളി എന്ന് പറയാവുന്ന ഒരു ഗ്രീൻ ലാൻറ്റേണാണ് ഗായ് ഗാർണർ. ബാക്കി രണ്ട് ഗ്രീൻ ലാൻറ്റേണിനെയും സിനിമയിലായിരിക്കില്ല ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് സെപ്പറേറ്റ് TV സീരീസ് കൊടുത്തിട്ടുണ്ട്, അതിലായിരിക്കും അവരുടെ ഇൻട്രഡക്ഷൻ. ഈ നാത്തൻ ഫില്ലിയൻ ചില DC ആനിമേറ്റഡ് സിനിമകളിൽ ഗ്രീൻ ലാൻറ്റേണിന് ഓൾറെഡി ശബ്ദം കൊടുത്തിട്ടുണ്ട്. Stand back and peep the light show. Green Lantern's got this. അടുത്തത് ഹോഗ്ഗേളാണ്. ടെനഗാർ എന്ന ഏലിയൻ പ്ലാനറ്റിൽ നിന്ന് എത്തുന്ന സൂപ്പർ ഹീറോ ആണ് ഹോഗ്ഗേൾ. ഹോഗ്ഗേളായിട്ട് ഇവിടെ എത്തുന്നത് ഇസബെല്ല മേഴ്സറാണ്. പണ്ട് ഈ ജസ്റ്റിസ് ലീഗ് ആനിമേറ്റഡ് സീരീസൊക്കെ കണ്ടു വളർന്നവർക്കറിയാം അതിനകത്ത് ഹോഗ്ഗേൾ ഉണ്ടെന്ന്. പക്ഷേ അവിടെ ഷൈറയാണ് ഹോഗ്ഗേളായിട്ട് വരുന്നത്. ഇവിടെ സെയിം ക്യാരക്ടർ അല്ല. ഇവിടെ എത്തുന്നത് കേന്ദ്ര സാൻഡേഴ്സ് എന്ന ഹോഗ്ഗേളാണ്. അടുത്തത് മിസ്റ്റർ ടെറിഫിക് ആണ്. DC യൂണിവേഴ്സിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ മിസ്റ്റർ ടെറിഫിക് ആണെന്നാണ് പറയപ്പെടുന്നത്. പുള്ളിക്ക് സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അത്ലറ്റിക് സ്ട്രെങ്ത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് 14 PhDയും പിന്നെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലും ഉണ്ട്. ബേസിക്കലി നരസിംഹ സിനിമയിലെ ഹിന്ദുയൂടായിരിക്കും.
പുള്ളിയുടെ കയ്യിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അത് വെച്ചാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നതും ടി സ്ഫിയേഴ്സ് യൂസ് ചെയ്യുന്നതും. ഇവിടെ മിസ്റ്റർ ടെറിഫിക്കായി എത്തുന്നത് എഡി ഗത്തഗിയാണ്. ഓക്കെ, ഈ യൂണിവേഴ്സിൽ ഇവർ 3 പേരും ജസ്റ്റിസ് ഗ്യാങ് എന്ന പേരിൽ ഒരേ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ടീമിൽ വേറെ മെമ്പേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ജസ്റ്റിസ് ലീഗ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അതുണ്ടാകണമെങ്കിൽ ബാക്കി പ്രധാനപ്പെട്ട 2 മെമ്പേഴ്സ് കൂടെ വരണം. അടുത്തത് എഞ്ചിനീയറാണ്. എഞ്ചിനീയർ എന്ന വില്ലൻ ക്യാരക്ടറായിട്ട് എത്തുന്നത് മെറിയ ഗാബ്രിയലാണ്. അതോറിറ്റി എന്ന മറ്റൊരു ആൻറ്റി ഹീറോസിൻ്റെ ടീമിലെ പ്രധാനപ്പെട്ട മെമ്പറാണ് എഞ്ചിനീയർ. പുള്ളിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാനോ ടെക്നോളജി യൂസ് ചെയ്ത് ബോഡി ഏത് തരത്തിലും മെഷീൻസോ അല്ലെങ്കിൽ വെപ്പൺസോ ഒക്കെ ആക്കാൻ പുള്ളിക്കാരിക്ക് കഴിയും. കാരണം പുള്ളിക്കാരിക്ക് ബ്ലഡിന് പകരം നാനോ ബോട്ട്സ് ആണുള്ളത്. ഇവിടെ സൂപ്പർമാനെ തോൽപ്പിക്കാൻ ലെക്സ് ലൂതർ എഞ്ചിനീയറിനെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മെറ്റമോർഫോ ആദ്യം ഒരു മനുഷ്യനായിരുന്ന ക്യാരക്ടറായിരുന്നു മെറ്റമോർഫോ. ഒരു അഡ്വഞ്ചറർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഈജിപ്ഷ്യൻ ആർട്ടിഫാക്റ്റിൽ നിന്നുള്ള ഒരു കേഴ്സ് കാരണം ബോഡി ചേഞ്ച് ആകുകയും പലതരത്തിലുള്ള കെമിക്കലായിട്ട് മാറാനുള്ള പവർ അല്ലെങ്കിൽ ആ ശാപം അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നു. ആദ്യം ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പിന്നീട് ഇയാൾ ജസ്റ്റിസ് ലീഗിലെ ഒരു മെമ്പർ ആകുന്നുണ്ട്. മെറ്റമോർഫോ ആയിട്ട് ഇവിടെ വരുന്നത് ആൻ്റണി കാരിഗനാണ്. റിക് ഫ്ലാഗ് സീനിയർ മുൻപത്തെ സൂയിസൈഡ് സ്ക്വാഡ് സിനിമകളിലൊക്കെ വന്ന റിക് ഫ്ലാഗിൻ്റെ അച്ഛനാണ് റിക് ഫ്ലാഗ് സീനിയർ. സ്പോയിലർ അലേർട്ട്, സൂയിസൈഡ് സ്ക്വാഡിൻ്റെ അവസാനം റിക് ഫ്ലാഗ് മരിക്കുന്നതോടെയാണ് അയാളുടെ അച്ഛൻ തിരിച്ചു വരുന്നതും പുതിയ സൂയിസൈഡ് സ്ക്വാഡ് അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സ് എക്സ് ലീഡ് ചെയ്യുന്നതും. ഈ ക്യാരക്ടർ ഓൾറെഡി ക്രീച്ചർ കമാൻഡോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക 2ഉം 3യിലൊക്കെ വില്ലനായിട്ട് വന്ന ഫ്രാങ്ക് ഗൊറില്ലോയാണ് ഇവിടെ റിക് ഫ്ലാഗ് സീനിയറായിട്ട് വരുന്നത്. ഇനി വരാനിരിക്കുന്ന പീസ് മേക്കറിൽ പ്രധാനപ്പെട്ടൊരു വേഷത്തിൽ പുള്ളിക്കാരൻ വരുന്നുണ്ട്. മാക്സ്വെൽ ലോഡ്. വണ്ടർ വുമൺ 2-ൽ പെഡ്രോ പാസ്കൽ അഭിനയിച്ച ക്യാരക്ടറായിരുന്നു മാക്സ്വെൽ ലോഡ്. ഇവിടെ ജെയിംസ് ഗണ്ണിൻ്റെ ചേട്ടൻ തന്നെയാണ് ആ റോൾ ചെയ്യുന്നത്. ആക്ച്വലി കോമിക്കിൽ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ളൊരു മെറ്റാഹ്യൂമനാണ് മാക്സ്വെൽ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരുപാട് സൂപ്പർ പവറുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. സൂപ്പർ ഗൺ അടുത്ത വർഷം സൂപ്പർ ഗേൾ സിനിമ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം പുള്ളിക്കാരിയെ ഒരു ക്യാമിയോ വേഷത്തിൽ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. IMDbയിൽ ഓൾറെഡി ഈ ക്യാമിയോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരാൻ ചാൻസ് ഉണ്ട്. സൂപ്പർമാൻ്റെ കസിനായിട്ടുള്ള സൂപ്പർ ഗേളായി എത്തുന്നത് മില്ലി ആഡ്കോക്കാണ്. അൾട്രാമാൻ. പല ഫോട്ടോസിലും ഒരു കറുത്ത സൂട്ടിട്ട ഒരാൾ സൂപ്പർമാനെ ഫൈറ്റ് ചെയ്യുന്നതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇത് അൾട്രാമാൻ ആണ്. ജാപ്പനീസ് അൾട്രാമാൻ അല്ല, DC-യിലെ അൾട്രാമാൻ. ഈ അൾട്രാമാൻ എന്ന ക്യാരക്ടർ ആക്ച്വലി മൾട്ടിവേഴ്സിലുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ ഈ യൂണിവേഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർമാൻ്റെ ഒരു ക്ലോണായിട്ട് തന്നെയാണ് ഈ ക്യാരക്ടർ പറയപ്പെടുന്നത്. ചിലപ്പോൾ ലെക്സ് ലൂതർ ഉണ്ടാക്കിയ ബിസാറും ആകാൻ ചാൻസ് ഉണ്ട്. ഈ അൾട്രാമാൻ എന്നുള്ള ക്യാരക്ടറാണ് ബോയ്സ് സീരീസിൽ ബ്ലാക്ക് നുവാറിനുള്ള ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പാരഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഡെയിലി പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സിനെ കൂടെ മെൻഷൻ ചെയ്യാം. പത്രത്തിൻ്റെ ഹെഡായിരിക്കുന്ന പെറി വൈറ്റ്, പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറും ക്ലാർക്കിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ജിമ്മി ഓൾസൺ. ഈ ജിമ്മി ഓൾസൺ എന്ന ക്യാരക്ടർ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ സിനിമയിലും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു അണ്ടർ കവർ CIA ഏജൻ്റായിട്ടായിരുന്നു. സൂപ്പർമാൻ്റെ ബേസ് എന്ന് പറയാവുന്ന ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഒരു പ്രധാന ലൊക്കേഷൻ ആകുന്നുണ്ട് ഇവിടെ. പഴയ സൂപ്പർമാൻ സിനിമകളിലും കോമിക്സിലൊക്കെ ഉള്ള അതേ ഒരു ക്ലാസിക് ലുക്ക് തന്നെയാണ് ഈ ലൊക്കേഷന് കൊടുത്തിരിക്കുന്നത്. മാൻ ഓഫ് സ്റ്റീലിലെ പോലെ ഒരു ഏലിയൻ ലുക്കല്ല. സൂപ്പർമാൻ ഇഞ്ചുറി ആയിട്ട് വീഴുമ്പോൾ പുള്ളിക്കാരനെ വലിച്ചഴിച്ച് ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ കൊണ്ടുവരുന്നത് ക്രിപ്റ്റോ ആണ്. അവിടെ അപ്പോൾ സഹായിക്കാൻ നിൽക്കുന്ന കുറച്ച് റോബോട്ട്സാണ്. ഈ റോബോട്ട്സ് ക്രിപ്റ്റോണിയൻ ആകാനാണ് ചാൻസ്. ഈ റോബോട്ട്സ് 2011 ഓൾ സ്റ്റാർ സൂപ്പർമാൻ കോമിക്സിൽ നിന്നുള്ള ഐഡിയയാണ്. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിനെ നോക്കാനും സൂപ്പർമാനെ ചികിത്സിക്കാനും അവർ നിൽക്കുന്നുണ്ട്. ഇത്രയേറെ ട്രെയിലറുകളും ടീസറുകളും അവർ റിലീസ് ചെയ്തിട്ടും ഇതുവരെ ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് സൂപ്പർമാൻ ഈ യൂണിവേഴ്സിൽ ഉണ്ടെന്നും ക്ലാർക്ക് കെൻ്റ് ആയിട്ട് ഡെയിലി പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും അതുപോലെ ലെക്സ് ലൂതർ അയാളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും. മാൻ ഓഫ് സ്റ്റീലിൽ ഡിസ്കസ് ചെയ്തത് സൂപ്പർമാൻ എന്ന ഏലിയൻ ലോകത്ത് ഉണ്ടെന്നറിഞ്ഞാൽ ആൾക്കാരിൽ ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷനും പിന്നെ ജീസസുമായിട്ടുള്ള ആ ഒരു കമ്പാരിസണും ഒക്കെ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർമാൻ എന്ന സൂപ്പർ ഹീറോയിൻ്റെ ബൗണ്ടറീസിനെ കുറിച്ചായിരിക്കും. അതായത് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സിലൊക്കെ സൂപ്പർമാൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്ന മോറൽ ക്വസ്റ്റ്യൻ. സൂപ്പർമാൻ ആസ് എൻ ഇമിഗ്രൻറ്റ് എന്നുള്ള ഐഡിയയും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഭയങ്കര ചർച്ചകളും ജെയിംസ് ഗണ്ണിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പല പോസ്റ്റുകളും വന്നിരുന്നു. സൂപ്പർമാൻ ക്രിപ്റ്റോണിൽ നിന്ന് വന്ന ആളാണ്. സോ ഹീസ് ഓൾവേസ് എൻ ഇമിഗ്രൻറ്റ്. 1978 ക്രിസ്റ്റഫർ റീവ്സിൻ്റെ അതേ സൂപ്പർമാൻ്റെ ആ ഒരു സോൾ നിലനിർത്തിക്കൊണ്ട് പുതിയ കാലത്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സൂപ്പർ ഹീറോസിൻ്റെ യൂണിവേഴ്സിലേക്കാണ് ജെയിംസ് ഗൺ തൻ്റെ സൂപ്പർമാനെ പ്ലേസ് ചെയ്യുന്നത്. സൂപ്പർ ഹീറോ സിനിമകൾ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ജെയിംസ് ഗണ്ണിന് അതുകൊണ്ട് തന്നെ ഒരു മികച്ച സൂപ്പർ ഹീറോ സിനിമയും അതിനോടൊപ്പം ഒരു നല്ല കോമിക് ബുക്ക് സിനിമയും തരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സൂപ്പർമാൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇതാണ്. ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ താഴെ കമൻറ്റ്സിൽ അറിയിക്കുക. ഡെഫിനറ്റ്ലി വിട്ടുപോയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ
എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.